കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന പരാതി അന്വേഷിക്കണമെന്ന ഹർജി വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് ചൊവ്വാഴ്ച പകൽ 11-ന് പരിഗണിക്കും. കേരയിൽ അട്ടിമറിക്കാൻ വി ഡി സതീശൻ കർണാടകയിലെ IT കമ്പനികളിൽ നിന്ന് 150 കോടി കൈപ്പറ്റിയതായി PV അൻവർ നിയമസഭയിൽ ആരോപണമുന്നയിച്ചിരുന്നു. ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ AH ഹാഫിസാണ് കോടതിയെ സമീപിച്ചത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. വിജിൻ, വലിയൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രാഥമികമായി ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ കരുതേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ്. നാളെ രാവിലെ ഇന്ന് ഫയലിൽ സ്വീകരിച്ച ഈ പരാതി നാളെ രാവിലെ പരിഗണിക്കാനാണ് വിജിലൻസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിജിലൻസ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ബാംഗ്ലൂരിലെയും അതുപോലെ തന്നെ ഹൈദരാബാദിലെയും വിവിധ കമ്പനികളിൽ നിന്ന് 3 ഘട്ടമായി 50 കോടി രൂപ വീതം 150 കോടി രൂപ കേരളത്തിലേക്ക് എത്തിച്ചു. ആ പണം പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റി എന്ന ആരോപണമായിരുന്നു PV അൻവർ MLA നിയമസഭയിൽ തന്നെ ഉന്നയിച്ചത്. ഇത് ആധികാരികമായ രേഖയായി തന്നെ നിലവിൽ നിയമസഭയിൽ ഉള്ള കാര്യമാണ്. ആ രേഖകൾ കൂടി ശേഖരിച്ച ശേഷം വിവരാവകാശ നിയമപ്രകാരം കൈപ്പറ്റിയ ശേഷം ഇതുൾപ്പെടെ വെച്ചുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ AH ഹാഫിസ് പരാതി നൽകിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ വിജിലൻസ് കോടതി നാളെ ഈ കേസ് 11 മണിക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ MLA നിയമസഭയിൽ തന്നെ നടത്തിയത്. ഈ സിൽവർ ലൈൻ പദ്ധതി തടസ്സപ്പെടുത്താനായി അതിന്റെ ആദ്യഘട്ട നടപടികൾ തുടങ്ങിയ സമയം മുതൽ പ്രതിപക്ഷവും ഒപ്പം തന്നെ വി ഡി സതീശനും ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിയത്. അത് പൊതുസമൂഹത്തിൽ വ്യക്തവുമാണ്. ഇതിനിടെയാണ് PV അൻവർ MLA തന്നെ നിയമസഭയിൽ ഇത്തരത്തിലുള്ളൊരു ആരോപണവുമായി രംഗത്തെത്തുന്നത്. ഇതിൽ 3 കണ്ടെയ്നറുകളിലായി കോയമ്പത്തൂർ വഴി ശീതീകരിച്ച വാഹനത്തിൽ കേരളത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് പരാതി. ചാവക്കാട്ടേക്കാണ് ഈ പണം 3 ഘട്ടമായി എത്തിച്ചത്. ഈ പണമാണ് പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റി എന്ന ആരോപണം PV അൻവർ MLA ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ വിജിലൻസിനും AH ഹാഫിസ് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് വീണ്ടും വിജിലൻസ് കോടതിയിലേക്ക് തന്നെ പരാതിയുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി പോലും വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ കോടതി ഈ കേസ് പരിഗണിക്കുകയും അതിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് ഇതിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അസിത, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു വിജിൻ വായാന്തോട്. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ വി ഡി സതീശൻ കോഴ വാങ്ങിയെന്ന പരാതി അന്വേഷിക്കണമെന്ന ഹർജിയാണ് ഇപ്പോൾ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് ഈ കേസ് പരിഗണിക്കുക.